ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സാങ്ഷിയുടെ ഫേക്ക് ലവ് സ്റ്റോറി വിശ്വസിച്ച ജാഷു ഇപ്പോൾ പഠിക്കേണ്ട പ്രായമാണെന്നൊക്കെ പറഞ്ഞ് അവളെ ഉപദേശിക്കുന്നു. എന്നോട് അടുപ്പമുള്ളവർ എൻ്റെ മുന്നിൽ വെച്ച് ഡേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും അതിനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാകും എന്നവൾ പറഞ്ഞപ്പോൾ, നീ എൻ്റെ കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? നിനക്ക് ഡേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി മറ്റുള്ളവരെ അതിന് സമ്മതിക്കാതിരിക്കുന്നത് മോശമാണെന്ന് അവൻ പറയുന്നു. തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നില്ല. നിന്റെ ലവറുടെ നാടും എൻ്റെ നാടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നീ അവനെ കാണാനായി എവിടെ എത്തിയെന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് നിന്റെ അവസാനമാണ് എന്നവൻ അവൾക്ക് വാണി കൊടുക്കുന്നു. അവൾ അതെല്ലാം സമ്മതിക്കുന്നുണ്ട്. പിന്നെയുള്ള കുറച്ച് ദിവസങ്ങൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ കടന്നു പോകുന്നു. പഠനത്തിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് മാത്രമാണ് അവളിപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഫിസിക്സ് ഒക്കെ ഇപ്പോൾ ഓക്കെ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ സഹായം ആവശ്യമില്ല. ട്യൂഷൻ അവസാനിപ്പിക്കാമെന്ന് ന്യൂ ഇയറിന്റെ തലേ ദിവസം അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് വിഷമമാകുന്നുണ്ട്. സംശയം ഉണ്ടാവുകയാണെങ്കിൽ ഫോണിൽ ക്വസ്റ്റ്യൻ ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി, ഉത്തരം പറഞ്ഞു തരാം എന്നവൻ പറഞ്ഞപ്പോൾ ഫോൺ വാങ്ങി വെച്ചിരിക്കുകയാണെന്ന് അവൾ പറയുന്നു. അത് ഞാൻ പറഞ്ഞ് ശരിയാക്കി തിരികെ വാങ്ങിത്തരും. സ്കൂൾ തുറന്നു കഴിയുമ്പോൾ എക്സാം തുടങ്ങിയല്ലേ, മാർക്സ് എല്ലാം എനിക്ക് അയച്ചു തരണം. നല്ല പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിത്തരാം എന്നും അവൻ പറയുന്നു. അവളത് സമ്മതിക്കുന്നുണ്ട്. അവർ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അച്ഛനും അമ്മയും ഞാനും കൂടി ന്യൂ ഇയറിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. അടുത്ത ദിവസം ന്യൂ ഇയർ ഇവിടെ ആഘോഷിക്കാമെന്ന് പറഞ്ഞ അമ്മ അവനെ ക്ഷണിക്കുന്നുണ്ടെങ്കിലും ഹോസ്റ്റലിൽ കുറച്ചുപേർ ചേർന്ന് ആഘോഷം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുകയാണെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു. അതിനുശേഷം അവനും അവർക്കൊപ്പം ഒരുക്കങ്ങൾക്ക് കൂടുന്നു. അവൻ അടുത്ത ദിവസം വരില്ല എന്നറിഞ്ഞതോടെ സാക്ഷി മുറിയിലേക്ക് പോയി അവൻ കൊടുക്കാൻ ഒരു റെഡ് പോക്കറ്റ് റെഡിയാക്കുന്നുണ്ട്. വിഷുക്കൈനീട്ടം പോലെ ന്യൂ ഇയറിന് അവർ പരസ്പരം നൽകാറുള്ളതാണ് റെഡ് പോക്കറ്റ്. അവൾ കുടുക്ക പൊട്ടിച്ച് അതിൽ ക്യാഷ് വെക്കാൻ ആദ്യം ആലോചിച്ചതാണെങ്കിലും ക്യാഷ് നൽകിയാൽ അവൻ തിരികെ തരും എന്നറിയാവുന്നത് കൊണ്ട് അത് വേണ്ടെന്ന് വയ്ക്കുന്നു. സ്റ്റാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ എടുത്ത് അതിൽ ഹാപ്പി ന്യൂ ഇയർ എഴുതി അതിൻ്റെ ഒപ്പം ഒരു മിഠായിയും വെച്ച് അവൾ റെഡ് പോക്കറ്റ് റെഡിയാക്കുന്നു. താഴെ തിരികെ എത്തി ആരുടെയും കണ്ണിൽപ്പെടാതെ അത് അവിടെ ഊരിയിട്ടിരുന്ന അവൻ്റെ കോട്ടിനുള്ളിൽ വെക്കുന്നുമുണ്ട്. ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ അവരെ സഹായിച്ച ശേഷമാണ് അവൻ മടങ്ങിയത്. അടുത്ത ദിവസം അവളുടെ ഫാമിലി ഹാപ്പിയായി ന്യൂ ഇയർ ആഘോഷിക്കുന്നു. അച്ഛൻ എല്ലാവർക്കും റെഡ് പോക്കറ്റുകൾ സമ്മാനിക്കുന്നുണ്ട്. അവളുടെ റെഡ് പോക്കറ്റിൽ ഉണ്ടായിരുന്നത് ഫോണാണ്. ഫോണിൽ നിന്ന് ഗെയിം എല്ലാം ഡിലീറ്റ് ചെയ്യാം എന്ന് അവൾ അച്ഛൻ ഉറപ്പ് കൊടുക്കുന്നു. ഡേറ്റിംഗ് ആപ്പ് ഡിലീറ്റ് ആക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് എന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് അവൾ അറിയിക്കുന്നു. അവൻ്റെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓൺലൈൻ വഴി പരിചയപ്പെടുമ്പോൾ നമ്പർ പരസ്പരം കൊടുക്കാറില്ല, അതുകൊണ്ട് നമ്പർ അറിയില്ല. സംശയമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം പറഞ്ഞ് അവൾ ഫോൺ അമ്മയ്ക്ക് നൽകുന്നു. അമ്മ ഫോൺ വാങ്ങി നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി തിരികെ നൽകുന്നു. യാനിന് കിട്ടിയ റെഡ് പോക്കറ്റ് ഉപയോഗിച്ച് അവളുടെ ഫേവറേറ്റ് ഗെയിം സെറ്റ് വാങ്ങി കൊടുക്കുന്നതിനെ കുറിച്ച് അമ്മ പറയുന്നു. ആദ്യം പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ ആ കവർ മൊത്തത്തിൽ അവളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അവർ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ജാസ് ന്യൂ ഇയർ വിഷസ് അയച്ചത്. അവളുടെ മുഖത്ത് ചിരി കണ്ട് ആരാണ് മെസ്സേജ് അയക്കുന്നതെന്ന് അച്ഛനും അമ്മയും സംശയത്തോടെ ചോദിക്കുന്നു. ജാഷു ആണെന്ന് അവൾ പറയുന്നു. ഞാനും അത് കണ്ടതിനാൽ അവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ശ്രദ്ധ മാറിയപ്പോൾ അവൾ ഫോൺ എടുത്ത് അവൻ്റെ മെസ്സേജ് നോക്കിയിട്ട് റിപ്ലൈ നൽകുന്നു. ഫ്രണ്ട്സിനൊപ്പം ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞ് ജാഷു ഹോസ്റ്റലിൽ നിന്നെങ്കിലും അവൻ മുറിയിൽ തനിച്ചിരിക്കുകയായിരുന്നു ഈ സമയം. അവളുടെ മെസ്സേജ് കണ്ട് എടുത്തു നോക്കിയ ശേഷം ആഹാരം കഴിച്ചു തുടങ്ങിയപ്പോഴാണ് അവൻ്റെ അച്ഛനെ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് അവന് കോൾ വന്നത്. അദ്ദേഹത്തിന് അസുഖം കൂടുതലാണ്, ഉടനെ സർജറി വേണം. അവൻ ഉടനെ തന്നെ എത്തണമെന്ന് അറിയിച്ചുകൊണ്ടാണ് കോൾ വന്നത്. അവൻ അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറന്നതിന് ശേഷം ഒരു ദിവസം സാക്ഷി സ്കൂളിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഞാൻ ഗേറ്റിനടുത്ത് നിന്ന് കൊറിയർ റിസീവ് ചെയ്യുകയാണ്. അതിനൊരെണ്ണം എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയതിന് ജാഷു അവൾക്ക് അയച്ചിരിക്കുന്ന ഗിഫ്റ്റാണ്. ഞാനത് അവൾക്ക് നൽകിയപ്പോൾ ഇതെനിക്ക് നേരിട്ട് തന്നാൽ പോരെ, എന്തിനാണ് കൊറിയർ അയച്ചതെന്ന് അവൾ ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ നാട്ടിലേക്ക് തിരികെ പോയി എന്ന വിവരം അവൾ അറിയുന്നത്. അവൻ എന്താണെന്നും പറയാതെ പെട്ടെന്ന് പോയത് എന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നിന്നോട് പറയാനാണോ അതിനിടയിൽ സമയം എന്ന് ചോദിച്ച് ഞാൻ വഴക്ക് പറയുന്നു. അവൻ ഗ്രാജുവേഷൻ സെറമണിക്ക് വരുമോ എന്നവൾ ചോദിക്കുന്നുമുണ്ട്. വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അകത്തേക്ക് കയറിപ്പോയത്. ഒരു ഗുഡ് ബൈ പോലും പറയാതെയാണല്ലോ അവൻ പോയതെന്ന് വിഷമത്തോടെ അവൾ ഓർക്കുന്നു. മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അവൾ ഇതുപോലെ അവൻ്റെ വരവും പ്രതീക്ഷിച്ച് കാത്തിരുന്ന ദിവസങ്ങളുണ്ട്. അന്ന് അവളുടെ സ്കൂളും അവൻ്റെ കോളേജും തമ്മിൽ 2.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി കാണാൻ പറ്റുമായിരുന്നില്ല. ഇന്ന് വീട്ടിലേക്ക് വരുമോ എന്ന് ഒരു ദിവസം അവൾ ഞാൻ മെസ്സേജ് അയച്ച് ചോദിക്കുന്നു. എന്തെങ്കിലും കുഴപ്പങ്ങൾ ഒപ്പിക്കുമ്പോഴാണല്ലോ അവൾ ഇങ്ങനെ വീട്ടിലേക്ക് അവനെ വിളിക്കാറുള്ളത്. അതുകൊണ്ട് ഇത്തവണയും എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണുമെന്ന് അവൻ വിചാരിക്കുന്നു. വരാൻ ടൈമില്ല എന്നാണ് അവൻ പറയുന്നത്. ആകാംക്ഷ അടക്കാൻ കഴിയാതെ അവൾ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ നിർബന്ധിക്കുന്നു. ആ സമയത്താണ് അവൻ്റെ അടുത്തേക്ക് വന്ന് ജാഷു അവൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കാണ് പോകാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നത് അവൻ കേട്ടത്. ഫോണിലൂടെ അത് കേട്ട സാക്ഷിക്ക് സന്തോഷമാക്കുന്നു. പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ അവൾ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിലെത്തിയ ശേഷം അവൾ മുറിയിലേക്ക് പോകാതെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചുകൊണ്ട് ഹാളിൽ തന്നെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവരെ കാണത്തിനാൽ ചേട്ടൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലെന്ന് അവൾ വിചാരിച്ചതാണ്. അപ്പോഴാണ് പുറത്ത് അവൻ്റെ ശബ്ദം കേട്ടത്. ജനലിലൂടെ ഓടിച്ചെന്ന് അവൾ എത്തി നോക്കുന്നുണ്ട്. ഞാൻ തനിച്ചാണ് വന്നിരിക്കുന്നതെന്ന് കണ്ട് അവൾ ആകെ നിരാശയാക്കുന്നു. ഞാൻ ആരോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. വാലിൽ തുറന്നിട്ടിരിക്കുന്നതിന് അവൻ അവളെ വഴക്ക് പറയുന്നുണ്ട്. ജാഷു എനിക്കൊപ്പം വീട്ടിലേക്ക് വരേണ്ടതാണ്. പക്ഷേ ഇടയ്ക്ക് അവന് ലൈബ്രറിയിൽ നിന്ന് കോൾ വന്നതിനാൽ അർജന്റായി അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നു. ക്യാഷ് ഉണ്ടാക്കാൻ മാത്രമാണ് അവൻ്റെ ഉദ്ദേശമെന്ന് നിനക്കറിയാമല്ലോ എന്നൊക്കെ ഞാൻ ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ട അവൾ ബാഗും എടുത്ത് മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്നു. നീ എന്തിനാണ് എന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞതെന്ന് ഞാൻ അപ്പോൾ അവളോട് ചോദിക്കുന്നു. വീക്കെൻഡിൽ ഒരുമിച്ച് ആഹാരം കഴിക്കണമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിരുന്നതല്ലേ, അതുകൊണ്ടാണ് വിളിപ്പിച്ചത് എന്നവൾ പറഞ്ഞപ്പോൾ നിനക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിച്ച് അവൻ അവളുടെ തലയ്ക്ക് കൊട്ടാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് എത്തുന്നുണ്ട്. പതിവില്ലാതെ ഞാൻ മടങ്ങിത്തിരിക്കുന്നത് കണ്ട് അവർ കാരണം നിരക്കുന്നു. വീക്കെൻഡിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാണ് എന്നവൻ പറഞ്ഞപ്പോൾ നിനക്ക് എന്നു മുതലാണ് ഇത്രയ്ക്ക് കരുതൽ തുടങ്ങിയതെന്ന് ചോദിച്ചുകൊണ്ട് അവർ ഫ്രഷ് ആകാൻ വേണ്ടി മുറിയിലേക്ക് പോകുന്നു. ചേട്ടനെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ചാലോ എന്ന് ചോദിച്ച് സാക്ഷി അവന് പണി വാങ്ങി കൊടുക്കുന്നുണ്ട്. അവനോട് ചോറ് വെക്കാൻ പറഞ്ഞിട്ടാണ് അമ്മ മുകളിലേക്ക് കയറിപ്പോയത്. അവൻ ചോറ് വെക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ അടുത്തേക്ക് ചെന്നിട്ട് ജാഷു ഏത് ലൈബ്രറിയിലാണ് വർക്ക് ചെയ്യുന്നത്, കോളേജ് ലൈബ്രറിയിലാണോ, അവിടെ നല്ല തിരക്കുണ്ടാവില്ല എന്നൊക്കെ ചോദിക്കുന്നു. നീ എന്താണ് ഇതൊക്കെ അറിയുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ പല ജോലികളും ഉണ്ടാകും.
പ്രത്യേകിച്ച് ഡേറ്റിംഗ്. കൊച്ചുകുട്ടികൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കില്ല എന്നവൻ ഗമയിൽ പറയുന്നു. ഡേറ്റിംഗ് എന്ന് കേട്ടപ്പോൾ അവളുടെ മുഖം ചുളിയുന്നുണ്ട്. നിന്നെ ഏത് പെൺപിള്ളേരാണ് ഇഷ്ടപ്പെടാൻ പോകുന്നത് എന്നവൾ അവനെ ദേഷ്യം പിടിപ്പിക്കാനായി പറയുന്നു. എൻ്റെ പുറകെ എത്ര പെൺപിള്ളേരാണുള്ളതെന്ന് നിനക്കറിയാമോ? ഞാൻ കാരണം എൻ്റെ റൂംമേറ്റ്സിന് പോലും ഇതുവരെ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയിട്ടില്ല. എല്ലാവരും എൻ്റെ പുറകെയാണ് എന്നൊക്കെ അവൻ തട്ടിവിടുന്നു. റൂംമേറ്റ്സിന് ആർക്കും ഗേൾ ഫ്രണ്ട് ഇല്ല എന്നറിഞ്ഞുകൊണ്ട് അവൾക്ക് സമാധാനമാകുന്നു. എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയതിന് ജാഷി അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതിന് പകരമായി അവൾ അവൻ അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങുന്നു. അതുമായി റൂമിലെത്തിയപ്പോഴാണ് അവിടെ അവൻ അയച്ച മറ്റൊരു ഗിഫ്റ്റ് ഇരിക്കുന്നത് കണ്ടത്. അവളുടെ വീടിനടുത്തുള്ള പപ്പിയെ പോലുള്ള ഒരു സോഫ്റ്റ് ടോയ് ആയിരുന്നു അത്. സാങ്ഷിക്ക് അതിനെ ശരിക്കും പിടിക്കുന്നു. അവൾ ഉടനെ തന്നെ അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ടോയ് ഇഷ്ടപ്പെട്ട കാര്യം അവൾ പറയുന്നു. അവളുടെ എസ്സേ ബുക്കിൽ യാനെ പോലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അവൾ വരച്ചു വെച്ചിരുന്ന നായയുടെ അതേ രൂപമൊക്കെ ആയിരുന്നു അതിനും. അതുകൊണ്ടാണ് അതിനെ കണ്ടപ്പോൾ അവൻ വാങ്ങിയത്. ഫിസിക്സിന് നല്ല മാർക്ക് വാങ്ങിയതിന് അവൻ അവളെ അഭിനന്ദിക്കുന്നു. തിരിച്ച് അവൻ്റെ ഗിഫ്റ്റ് അയക്കാൻ വേണ്ടി അവൻ്റെ അഡ്രസ്സ് അവൾ ചോദിച്ചെങ്കിലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിനക്കാകെ ഒരു മാസം കുറച്ച് പോക്കറ്റ് മണിയല്ലേ കിട്ടുന്നത്, അത് നിന്റെ ആവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ചാൽ മതി, എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട എന്ന് അവൾ പറയുന്നു. ഗ്രാജുവേഷൻ സെറമണിക്ക് അവൻ എത്തുമോ എന്ന് അവൾ ഒന്നുകൂടി ചോദിച്ച് ഉറപ്പിക്കുന്നുണ്ട്. അവളും വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അന്ന് തമ്മിൽ കാണാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വയ്ക്കുന്നു. ഒരു ടൈ ആയിരുന്നു അവൾ ഗിഫ്റ്റായി വാങ്ങിയത്. അത് ഗ്രാജുവേഷൻ ഗിഫ്റ്റായി നൽകാം എന്ന് അവൾ തീരുമാനിക്കുന്നു. ജാഷി ഫോൺ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ കാണാനായി ജിയാങ് എന്നൊരു പെൺകുട്ടി എത്തുന്നുണ്ട്. അവൾ അവനോട് സൗഹൃദത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ ഒട്ടും ഫ്രണ്ട്ലി ആയിട്ടല്ല നിൽക്കുന്നത്. അവളെ അകത്തേക്ക് പോലും ക്ഷണിക്കാൻ തയ്യാറാകുന്നില്ല. അവൾ ബാഗിൽ നിന്ന് ഒരു കവറിലുള്ള കുറച്ച് പണം എടുത്ത് അവനെ നീട്ടിയിട്ട് ഈ മാസം ക്യാഷ് തിരികെ തരുന്നതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, അച്ഛൻ്റെ ചികിത്സയ്ക്ക് ഇത് ഉപയോഗിച്ചോളാൻ പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനത് സ്വീകരിക്കുന്നില്ല. ഗ്രാജുവേഷൻ സെറമണിക്ക് ഞാൻ കൂടി വന്നോട്ടെന്ന് ജിയാങ് ചോദിച്ചെങ്കിലും അവൻ അതിനും സമ്മതിക്കുന്നില്ല. അവൾ നിരാശയാകുന്നുണ്ടെങ്കിലും സാരമില്ല, നീ ഇവിടെ അല്ലേ താമസിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നമുക്ക് വീണ്ടും കാണാൻ ധാരാളം അവസരം ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് തൽക്കാലം മടങ്ങി പോകുന്നു. അവളുമായിട്ടുള്ള മീറ്റിംഗ് ശരിക്കും അവൻ്റെ മൂഡ് നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഗ്രാജുവേഷൻ സെറമണി ദിവസം അച്ഛനും ചേട്ടനും ഒപ്പം കോളേജിലെത്തിയപ്പോഴാണ് സാങ്ഷി പിന്നെ അവനെ കണ്ടത്. അച്ഛൻ അവനോട് ഫ്രണ്ട്സിനോടുമൊക്കെ സംസാരിക്കുകയും ഫോട്ടോ എടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവൾ അച്ഛൻ്റെ പുറകിൽ നിന്ന് അവനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അവൻ ഇഹയിൽ ഒരു ജോലി കണ്ടെത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അച്ഛൻ അവനെ അഭിനന്ദിക്കുന്നതൊക്കെ അവൾ കേൾക്കുന്നു. ഞാൻ്റെ കൂടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് അവൾ അച്ഛനെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. ആ സമയത്ത് അവനും കൂടെ ചെല്ലുന്നുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടതിന് സന്തോഷം അവൻ പറഞ്ഞപ്പോൾ അവൾ കയ്യിലുള്ളൊരു ബൊക്ക അവന് നൽകുന്നു. ഇത് ഞാനുള്ളതല്ലേ എന്നവൻ ചോദിച്ചപ്പോൾ അവൻ ഓൾറെഡി വേറെ കിട്ടിക്കഴിഞ്ഞു, ഇതെൻ്റെ ഫിസിക്സ് ടീച്ചറിനുള്ളതാണ് എന്നവൾ പറയുന്നു. അവനുള്ള ടൈ അവൾ കൊണ്ടുവന്നിരുന്നെങ്കിലും അത് കൊടുക്കാനുള്ള അവസരം കിട്ടുന്നില്ല. ഫോട്ടോ എടുക്കാനായി യാൻ്റെ അടുത്തേക്ക് അവൾക്കൊപ്പം അവന് ചെല്ലുന്നു. ആ സമയത്ത് അവൻ്റെ വേറെ കുറേ ഫ്രണ്ട്സും സാറും ഒക്കെ കൂടി അവനെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട്. അവളാണ് അവരുടെ ഫോട്ടോ എടുത്ത് കൊടുത്തത്. ഫോട്ടോ സെഷൻ കഴിഞ്ഞപ്പോൾ അവൻ ഗെയിം ഇൻഡസ്ട്രിയിൽ നല്ലൊരു ജോലി നേടിയെടുക്കട്ടെ എന്ന് സാർ അവനെ ആശംസിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന സമയത്തൊക്കെ അവൾ വെയിറ്റ് ചെയ്യുന്നു. അവൾ ആരാണെന്ന് അവർ ചോദിച്ചപ്പോൾ സിസ്റ്ററാണെന്നാണ് അവൻ പറഞ്ഞത്. അന്ന് ക്ലാസ് കഴിയുന്നതുകൊണ്ട് നാളെ പലരും അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിനെക്കുറിച്ചൊക്കെ അവർ തമ്മിൽ പറയുന്നുണ്ട്. എല്ലാവരും പിരിഞ്ഞു പോകുന്നതിൻ്റെ വിഷമം ജാഷുവിന് നന്നായി ഉണ്ട്. ഫ്രണ്ട്സൊക്കെ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നു. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്മേറ്റ്സിനെയൊക്കെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കുമോ എന്ന് അവൾ ചോദിച്ചപ്പോൾ എല്ലാവരും സൊസൈറ്റിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവരവരുടെ ജീവിതം മാത്രമായിരിക്കും മുന്നിലുണ്ടാവുക, പരസ്പരം കാണാനൊക്കെ സമയം വളരെ കുറവായിരിക്കും എന്നവൻ പറയുന്നു. നമ്മൾ തമ്മിൽ ഇനി കാണുമോ എന്നവൾ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. നീ അവരെ പോലെയൊന്നും അല്ലല്ലോ, അവർക്കൊരിക്കലും നിന്നെ പോലെ ആകാൻ കഴിയില്ല. നീ ഒരു ദിവസം എനിക്ക് രഹസ്യമായി റെഡ് പോക്കറ്റ് നൽകിയത് നീ മാത്രമല്ലേ, അതുപോലെ ഗ്രാജുവേഷൻ സെറമണിക്ക് ആകെ പൂക്കൾ സമ്മാനിച്ചത് നീ മാത്രമാണ്. ഇവിടെ നിന്ന് പോയാലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ നിന്നെ വന്ന് കണ്ടോളാം എന്നവൻ പറയുന്നു. എപ്പോഴാണ് നീ ഫ്രീ ആവുക എന്ന് അവൾ ചോദിച്ചപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് നിന്നെ വിളിച്ചറിയിക്കാം എന്നവൻ വാക്ക് കൊടുക്കുന്നു. അവൾ ഹാപ്പിയാകുന്നുണ്ട്. ടൈ അവന് സമ്മാനിക്കാൻ അവൾ ഇടയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൻ വേറെ ഫ്രണ്ട്സിനെ അവരുടെ ഫോട്ടോ എടുക്കാനായി വിളിക്കുന്നതിലായി നടക്കുന്നില്ല. ഫ്രണ്ടിൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള ഒരു ഫോട്ടോസ് അവൻ എടുപ്പിക്കുന്നു. ബൊക്കെ അവളുടെ കയ്യിൽ പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഗ്രാജുവേഷൻ സെറമണിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി പാർട്ടി നടത്തുന്നു. ബാക്കിയെല്ലാവരും മദ്യം കഴിക്കുന്നുണ്ടെങ്കിലും ജാഷു മാത്രം അത് തൊടുന്നതേയില്ല. പിരിഞ്ഞു പോകുന്നതിൻ്റെ വിഷമം എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട്. പാർട്ടിക്കിടയിൽ ജാഷു തനിച്ചിരിക്കുന്ന സമയത്താണ് ജിയാങ് ഗ്രാജുവേഷൻ വിഷസ് അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന അവൻ കണ്ടത്. അതേപോലെ അവൻ തിരിച്ച് ഇഹയിലേക്ക് ചെല്ലുന്നതിൽ സന്തോഷമുണ്ടെന്നും അവൾ എഴുതിയിരുന്നു. അവൻ പക്ഷേ അതിന് റിപ്ലൈ ഒന്നും നൽകുന്നില്ല. പാർട്ടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നല്ല ഫോമിലായിരുന്നതിനാൽ ജാഷു അവനെ വീട്ടിൽ കൊണ്ടാക്കുന്നു. അതിനുശേഷം അവൻ അടുത്ത ഏതോ ഹോട്ടലിൽ താമസിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ വെറുതെ കാശ് കളയണ്ട, യാൻ്റെ മുറിയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞ അമ്മ നിർബന്ധിക്കുന്നു. അവൻ കുറെ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അമ്മ സമ്മതിക്കുന്നില്ല. ബഹളം കേട്ട് അവിടേക്ക് ഇറങ്ങി വന്ന സാക്ഷിയോട് ജാഷുവിനെ യാൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഫ്രഷ് ആകാൻ ടവലും ബ്രഷുമൊക്കെ എടുത്ത് നൽകാൻ അമ്മ ഏൽപ്പിക്കുന്നു. അവൾ അവനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. യാൻ്റെ ഒരു ഡ്രസ്സ് അവന് മാറിയിടാനായി അവൾ എടുത്തു കൊടുക്കുന്നു. അവനും കുടിച്ചിട്ടുണ്ടാകുമെന്ന് കരുതി ഹാങ് ഓവർ സൂപ്പ് വേണോ എന്നവൾ ചോദിച്ചപ്പോൾ ഞാൻ മദ്യപിക്കാറില്ല എന്നവൻ പറയുന്നു. അവളോട് മുറിയിലേക്ക് പോയിക്കൊള്ളാനും പറയുന്നുണ്ട്. ടവലും മറ്റു സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് അലമാരിയുടെ താഴത്തെ ഡ്രോ തുറന്നു വെച്ചിട്ട് അവൾ പുറത്തേക്ക് ഓടുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ അച്ഛന് സുഖമില്ലാന്നറിഞ്ഞ് നാട്ടിലേക്ക് പുറപ്പെടാനായി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാനായി പോക്കറ്റിൽ തപ്പിയപ്പോഴാണ് സാക്ഷി വെച്ചിരുന്ന റെഡ് പോക്കറ്റ് ജാഷു കണ്ടത്. അതിലെന്താണെന്ന് അവൻ തുറന്നു നോക്കുന്നു. സ്റ്റാറിനുള്ളിൽ എഴുതി വെച്ചിരിക്കുന്ന ന്യൂ ഇയർ വിഷസ് വായിച്ചപ്പോൾ അത് അവളാണെന്ന് അവന് മനസ്സിലാക്കുന്നു. അവളുടെ കരുതലോർത്ത് അറിയാതെ അവൻ്റെ കണ്ണു നിറഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴത്തെ സാഹചര്യത്തിൽ അവനത് വലിയ ഒരു ആശ്വാസമായിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾ ഓർത്തിട്ടാകണം അല്പസമയം അവിടെ ഇരുന്ന് കരഞ്ഞിട്ടാണ് അവൻ എഴുന്നേറ്റ് പോയത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.